നമസ്കാരം സാർ. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ഭാരവാഹികളാണ്. നമസ്കാരം. സാറിൻ്റെ പേര്? വിജയൻ. ഡോക്ടർ വിജയൻ സാറാണ്. അദ്ദേഹം നമ്മുടെ ചെയർമാൻ, ദേവസ്വം ചെയർമാനാണ്. സാറിൻ്റെ പേര്? മനോജ് അല്ലേ? ഭരണസമിതി അംഗമാണ്. നമുക്ക് ഇന്ന് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടന്ന ദിവസമാണ്. ഈ വിവാഹങ്ങളെല്ലാം വിവാഹമടക്കം ഇവിടെയുള്ള എല്ലാ ചടങ്ങുകളും ഏറ്റവും മനോഹരമായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ദേവസ്വം ഭരണസമിതി ഭാരവാഹികളെ നമുക്ക് പരിചയപ്പെടാം. അവരുടെ അടുത്ത് നിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ സംഭവം ഇത്രയും മനോഹരമായ രീതിയിൽ നടത്തിയത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം സാർ. എങ്ങനെയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ഈ ദിവസം എങ്ങനെയാണ് ഇതെല്ലാം ഇത്രയും മനോഹരമായ രീതിയിൽ എങ്ങനെയാണ് നടത്തുന്നത്? ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. പോലീസ് വിഭാഗവും ഗുരുവായൂർ ദേവസ്വത്തിലെ സെക്യൂരിറ്റിയും അതുപോലെ ഇവിടുത്തെ ജീവനക്കാരും ഹെൽത്ത് വിഭാഗവും ഭരണസമിതിയും എല്ലാവരും ഒത്തുചേർന്നപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഏത് വലിയ സാഹസങ്ങളും നല്ല രീതിയിൽ നടത്തി തീർക്കാൻ നമുക്ക് കഴിയും എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ 4 മണ്ഡപങ്ങളാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരുന്നത്. ഇന്നത്തെ സവിശേഷ സാഹചര്യത്തിൽ നമ്മൾ 6 കല്യാണ മണ്ഡപങ്ങളും അതിലേക്ക് 6 കോയ്മമാരെയും പ്രത്യേകമായിട്ട് നിയോഗിക്കുകയുണ്ടായി. തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോ വിവാഹ പാർട്ടിയുടെയും കൂടെ 20 പേരിൽ നിയന്ത്രിക്കുന്ന 20 പേർ മാത്രം മണ്ഡപത്തിനടുത്തേക്ക് വരിക എന്നുള്ള ആ ഒരു നിയന്ത്രണം കൂടി കൊണ്ടുവരികയുണ്ടായി. ആ നിയന്ത്രണം പൂർണ്ണമായിട്ടും വിവാഹ പാർട്ടിക്കാർ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ സ്വമനസാലെ സ്വീകരിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതിലൊക്കെ കാരണം ഗുരുവായൂരപ്പൻ്റെ നിറഞ്ഞ അനുഗ്രഹം ഞങ്ങളുടെ ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനത്തിനും വിവാഹ പാർട്ടികൾക്ക് യാതൊരു തടസ്സവും കൂടാതെ വിവാഹം നടത്തുന്നതിനും എല്ലാം ഉള്ള സാഹചര്യമുണ്ടായി. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ഈ ഒരു വേളയിൽ ഇവിടുത്തെ ചെയർമാനും അഡ്മിനിസ്ട്രേറ്ററൊക്കെ ഇതൊക്കെ ഇത്രയും മനോഹരമായ രീതിയിൽ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ പങ്ക് വളരെ പ്രധാനമാണ്. എന്താണ് സാറിന് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ 300-ലധികം കല്യാണം ഉണ്ടാവും എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടിയിരുന്നു. അതിനുള്ള കാരണം നമുക്ക് ആ സമയത്ത് തന്നെ ബുക്കിംഗ് 300-ന് വന്നപ്പോൾ 300-ലധികം വരും എന്നുള്ളത്. അപ്പോൾ അന്ന് തന്നെ കമ്മിറ്റി ഇതിന് വിശദമായിട്ടുള്ള ഒരു ചർച്ച ചെയ്യുകയും അതിൻ്റെ മുന്നൊരുക്കം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 മണ്ഡപങ്ങൾ എക്സ്ട്രാ ഇടുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ പോലീസും മറ്റ് നമ്മുടെ സെക്യൂരിറ്റി വിഭാഗങ്ങളുമായിട്ടുള്ള നല്ലൊരു യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും അനവധി നല്ലൊരു പ്രിപ്പറേഷൻ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് 2 മണ്ഡപം അധികമുള്ളൂ. പിന്നെ 5 മണിക്ക് തുടങ്ങുന്ന കല്യാണം 4 മണിക്ക് നമ്മൾ ആരംഭിച്ചു. ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ നോക്കി പുതിയ ആൾക്കാരൊക്കെ വന്നവരൊക്കെ തീർന്നു കഴിഞ്ഞു. 10:30 ആകുമ്പോഴത്തേക്ക് തന്നെ കല്യാണം ഏതാണ്ട് വന്നവർക്ക് തീർന്നു. 310-ലധികം കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത് ഗുരുവായൂർ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ സാറാണ്. അപ്പോൾ നമ്മളോട് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുന്ന വേളയിൽ ഇതിനെ ചൂക്കാൻ പിടിച്ച ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ചെയർമാനും നമ്മോട് സംസാരിച്ചു. ബാക്കിയുള്ള ഭരണസമിതി അംഗങ്ങളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവരുടെയും കൂട്ടായ ആ ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മളെല്ലാവരും ഏറ്റവും ആഗ്രഹിക്കുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായി ഇവിടെ വന്ന് മടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് ചൂക്കാൻ പിടിച്ച ആളുകളാണ് ഇവരെല്ലാം. ഇവരെ നമുക്ക് ഈ വേളയിൽ നന്ദിയോടുകൂടി ഓർക്കാം. US മീഡിയയ്ക്ക് വേണ്ടി ഉമാശങ്കർ